നമ്മൾ ദിവസവും ചെയ്യുന്ന ചില ശീലങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ക്യാൻസർ. അതിൽ പ്രധാനപ്പെട്ട ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ പുകവലി മാത്രമല്ല, പാസീവ് സ്മോക്കിംഗ് കൂടെ ക്യാൻസറിലേക്ക് നയിക്കും. സിഗരറ്റ്, ബീഡി, ഹുക്ക അങ്ങനെ എല്ലാം അപകടകരമാണ്. പുകവലിക്കാത്തവർക്കും പുക ശ്വസിക്കുന്നത് അപകട സാധ്യത കൂട്ടുന്ന ഒന്ന് തന്നെയാണ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ മദ്യപാനം. കുറച്ച് മാത്രം എന്ന് കരുതി പതിവായിട്ട് നമ്മൾ മദ്യപാനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ വായിലുള്ള ക്യാൻസർ, കരൾ ക്യാൻസർ തുടങ്ങിയ പ്രധാനപ്പെട്ട ക്യാൻസറിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ വർദ്ധിപ്പിച്ചു വരും. മൂന്നാമത്തേത് പറയുകയാണെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് പതിവായി കഴിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രോസസ്ഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡും സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ അത് കുടലിനും വയറിനും ദോഷകരമാണ്. അത് ഫൈബർ കുറച്ചുള്ള ഭക്ഷണം കൂടുതലാവുമ്പോഴത്തേക്കും കൊളോൺ ക്യാൻസർ വരെ വഴിയൊരുക്കും. നാലാമത്തേത് പ്രധാനപ്പെട്ടൊരു ശീലം അമിതവണ്ണമാണ്. അമിതവണ്ണം, വ്യായാമമില്ലായ്മ എന്നിവ ശരീരഭാരം കൂടുന്നതും ഹോർമോണിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസ് ക്യാൻസർ, കൊളോൺ ക്യാൻസർ എന്നീ രീതിയിലേക്കുള്ള റിസ്ക് സാധ്യതകൾ കൂട്ടും. പിന്നെ അഞ്ചാമതായി പറയുകയാണെങ്കിൽ ഉറക്കക്കുറവാണ്. ദീർഘകാലമായിട്ട് നമ്മുടെ സമ്മർദ്ദം, വർക്ക് പ്രഷർ, സ്ട്രെസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെ വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനും അത് അസാധാരണ കോശങ്ങളെ നേരിടാനുള്ള ശരീരത്തിൻ്റെ കപ്പാസിറ്റി കുറക്കുകയും ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. അടുത്തതായി പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം നമ്മൾ പോകുമ്പോൾ UV റേസ് എക്സ്പോസ്ഡ് ആവുമെന്ന് അറിയാം. നമ്മൾ സൺസ്ക്രീൻ സ്ഥിരമായി യൂസ് ചെയ്യാത്ത ഒരാൾക്കാരാണെങ്കിൽ UV കിരണങ്ങൾ കാരണം സ്കിൻ സെല്ലുകൾക്ക് നാശം വരുത്തുന്നതും അത് സ്കിൻ ക്യാൻസർ പോലത്തെ കണ്ടീഷനിലേക്ക് നയിക്കാനും ചാൻസസ് ഉണ്ട്. അടുത്തതായി പറയുകയാണെങ്കിൽ പതിവായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മൾ ഒഴിവാക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ പറ്റുന്ന പല ക്യാൻസറുകളും നമുക്കത് കണ്ടെത്തപ്പെടാണ്ട് വരികയും അങ്ങനെ പൂർണ്ണമായും ക്യാൻസറിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെയുള്ള നിയന്ത്രണം ഇല്ലാണ്ടായിരിക്കാനും അത് പല രീതിയിലുള്ള ക്യാൻസർ കണ്ടെത്തിലേക്ക് പോകാനുള്ള ചാൻസസും കാണുന്നുണ്ട്. സോ ക്യാൻസർ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു രോഗമല്ല, നമ്മുടെ ശീലങ്ങളാണ് ഭാവിയിലേക്ക് ഇങ്ങനെ പല ക്യാൻസർ പോലത്തെ അസുഖങ്ങളിലേക്ക് ചെന്ന് എത്തിക്കുന്നത്. സോ നമ്മൾ കൃത്യമായിട്ടുള്ള അതിനുള്ള ചേഞ്ചസ് വരുത്തി പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ക്യാൻസർ പോലത്തെ അസുഖങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു.